അവസാനം പറഞ്ഞു തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തല്ലേ? അതേന്നേ, സുരേഷ് ഗോപിയുടെ ഒറ്റ സീറ്റ് കാരണം കേരളത്തിലെ ആഘോഷം നീ കണ്ടില്ലേ? സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും. സെലിബ്രിറ്റികളുടെ സ്റ്റേറ്റസ് എല്ലാരും എടുത്ത് നോക്കുമല്ലോ എപ്പോഴും. സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നല്ലോ സെലിബ്രിറ്റി ലിസ്റ്റില്? അല്ലല്ലോ, കേരളത്തിൽ നിന്ന് കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജയിക്കാൻ സുരേഷ് ഗോപിക്കും അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇതല്ലാതെ കേരളത്തിന് പുറത്തുനിന്നും ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് വിജയിച്ചത്. അതാരൊക്കെ? കങ്കണ റണോത്ത് ഉണ്ടായിരുന്നല്ലോ. ഹിമാചൽ പ്രദേശിൽ 75,000 വോട്ടിന്റെ ലീഡിലാണ് കങ്കണ ജയിച്ചിട്ടുള്ളത്. BJP പാർട്ടി റെപ്രസെന്റ് ചെയ്തിട്ടാണ് കങ്കണ മത്സരിച്ചത്. ഹിമാചൽ പ്രദേശിൽ മത്സരിച്ച 4 സീറ്റുകളിലും BJP തന്നെ ജയിച്ചിട്ടുള്ളത്. വേറെ ആരാ? പവൻ കല്യാൺ ഉണ്ടായിരുന്നല്ലോ. ഓ, നമ്മളെ പവർ സ്റ്റാർ പവൻ കല്യാൺ. അതേന്നേ, പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ പാർട്ടിയെ ജനസേന പാർട്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 70,000 വോട്ടിന്റെ ലീഡിനാണ് പവൻ കല്യാൺ ജയിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഇലക്ഷന് പവൻ കല്യാണും പാർട്ടിക്കും എക്സ്പെക്ട് ചെയ്ത അത്ര വിജയം അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല 21 സീറ്റുകളാണ് ഈ പാർട്ടിക്ക് വേണ്ടി മാത്രം ആന്ധ്രാപ്രദേശിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നടി ഹേമമാലിനി അറിയില്ലേ? ഏത്? പഴയ ആക്ട്രസ് ഷോലയല്ലേ? അതെ. മധുരയിൽ BJP പാർട്ടി റെപ്രസെന്റ് ചെയ്ത് 2 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹേമമാലിനി ജയിച്ചിട്ടുള്ളത്. ഇതല്ലാതെ പഴയ രാമായണ TV ഷോയിലെ രാമനായിട്ട് അഭിനയിച്ച അരുൺ ഗോവിൽ UP-ലെ മീനത്തിൽ BJP പാർട്ടി റെപ്രസെന്റ് ചെയ്ത് തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലേ? അതെ, ഇനിയുണ്ട്. ഗോരാഖ്പൂരിൽ രവി കിഷൻ, പിന്നെ ബംഗാളി ആക്ട്രസായ ജൂൺ മാലിയ വെസ്റ്റ് ബംഗാളിലെ മെദിനിപൂരിൽ BJP റെപ്രസെന്റ് ചെയ്ത് മത്സരിച്ച് വിജയിച്ചിരുന്നു. സിനിമകളിൽ സജീവമായിട്ടുള്ള ജൂൺ മാലിയ ലോക്സഭ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇത് ഡെബ്യൂ ആയിരുന്നു. പിന്നെ ശത്രുഘ്ൻ സിൻഹ. ഈ പേര് ഞാൻ എവിടെയോ, പഴയ ബോളിവുഡ് സിനിമകളുടെ ഒക്കെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ശത്രുഘ്ൻ സിൻഹ എന്ന് പറഞ്ഞാൽ അറിയില്ല. സോനാക്ഷി സിൻഹയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. ഞാൻ മ്യൂസിക് ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും അദ്ദേഹം സിനിമയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്സിലാണ്. വെസ്റ്റ് ബംഗാളിൽ 6 ലക്ഷത്തോളം വോട്ട് നേരിട്ടാണ് അദ്ദേഹം ലോക്സഭ ഇലക്ഷൻ ജയിച്ചിട്ടുള്ളത്. ഇനി ഇതല്ലാതെ, ഇത് നിന്നോടല്ല, ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന സെലിബ്രിറ്റികൾ ഈ ലോക്സഭ ഇലക്ഷനിൽ ജയിച്ചവരായിട്ടുള്ളത്. ഇനി ജയിച്ചവരും ജയിക്കാത്തവരുമായി നിങ്ങൾക്കറിയുന്നത് ആരൊക്കെയാണ്? കമന്റ് ചെയ്യുക.